എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലെ നോഹയുടെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ്. അഥവാ ജനതകളുടെ പട്ടിക, ലോക ജനതകളുടെ തുടർച്ച, ലോക ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ്. നോഹയുടെ 2 മക്കളായ യാഫത്തിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹാമിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാമിൻ്റെ അവസാനത്തെ മകനായ കനാനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കനാനെക്കുറിച്ച് ഇതിനു മുമ്പ് 9-ാം അധ്യായത്തിൽ എടുത്ത് പരാമർശിച്ചിരുന്നു. നോഹ ശപിച്ച ഇളയ മകൻ എന്ന നിലയിലാണ് കനാനെ അവിടെ നമ്മൾ കാണുന്നത്. കനാനിൽ നിന്ന് ഉത്ഭവിച്ച സന്തതി പരമ്പരകൾ, കനാന്യർ എന്ന് പറയുന്ന സന്തതി പരമ്പരകളെക്കുറിച്ചും അതിനോട് ചേർന്നുള്ള മറ്റ് ജനവിഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. കനാൻ്റെ പേരിനോട് ചേർന്ന് ഉത്ഭവിച്ച കനാന്യർ എന്ന് പറയുന്ന ജനവിഭാഗം, അതിനകത്ത് തന്നെ പല ജനവിഭാഗങ്ങളുടെ ഏതാണ്ട് 11 മക്കളാണ് ഈ കനാനുള്ളത്. ഇങ്ങനെ ഈ 11 മക്കൾ ഉൾപ്പെടുന്ന കനാന്യരെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കനാന്യർക്ക് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കനാൻ്റെ മൂത്ത മകൻ്റെ പേര് 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. കനാൻ തൻ്റെ ആദിജാതനായ സീദോൻ, പിന്നീട് ഹേത്ത്, യെബൂസ്യർ, അമോര്യർ, ഗിർഗശ്യർ, ഹിവ്യർ, അർക്യൻ, സീന്യൻ. ഉൽപ്പത്തി 10-ന്റെ 15-ാമത്തെ വാക്യം, കനാൻ തൻ്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഹശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സൊമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ 11 മക്കളാണ് കനാനുണ്ടായിരുന്നത്. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെറാർ വഴിയായും ഗസ വരെയും സോദോമും ഗൊമോറയും അദ്മായും സെബോയും വഴിയായി ലാശ വരെയുമായിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. അപ്പോൾ ഈ പറഞ്ഞ പല പേരുകളെക്കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. സീദോൻ, സോറ് എന്നുള്ള പ്രദേശങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുള്ള സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സോദോം ഗൊമോറയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ കനാന്യ വംശങ്ങളുടെ പ്രദേശങ്ങളായിരുന്നു, അവർ വ്യാപിച്ച സ്ഥലങ്ങളായിരുന്നു എന്നാണ്. കനാൻ്റെ ആദിജാതനായ സീദോനെക്കുറിച്ച് പറയുമ്പോൾ സോരിൻ്റെ 20 മൈൽ വടക്കുള്ള ഫൊയ്നീക്യൻ നഗരമായ സീദോൻ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചരിത്രത്തിൽ ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. BC 1400-കളിൽ കണ്ടെടുത്ത അമർന്ന എഴുത്തുകൾ, അമർന്ന ടാബ്ലറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ എഴുത്തുകളിൽ സിയോൻ്റെ സന്തതികളെക്കുറിച്ചുള്ള പരാമർശമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ കീഴടക്കിയപ്പോൾ അവിടെയും ഇവർ പ്രാധാന്യമർഹിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് യോശുവ 19:28 നമ്മൾ വായിക്കുന്നുണ്ട്. അശേറിൻ്റെ പ്രദേശത്ത്, ഇസ്രായേലിലെ അശേർ ഗോത്രത്തിൻ്റെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായിട്ട് ഈ സീദോൻ തീർന്നിരുന്നു. ഇന്നത്തെ ആധുനിക പേര് സൈദ എന്നാണ് സീദോൻ്റെ ആധുനിക പേര്. ഈ സീദോൻ എന്ന നഗരത്തെക്കുറിച്ച് ബൈബിളിൽ 40ഓളം പരാമർശങ്ങളുണ്ട് എന്നതും ഈ ജനതയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. കൂടാതെ പുതിയ നിയമത്തിൽ ഏതാണ്ട് 1 ഡസനോളം പ്രാവശ്യം ഈ സീദോനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. BC 11-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ ഫൊയ്നീക്യരുമായിട്ട് ബന്ധപ്പെടുത്തി സീദോനിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 7:24-31 വാക്യങ്ങളിൽ നമുക്ക് ഇവരെക്കുറിച്ച് കാണാം. കർത്താവ് അവരെ ന്യായം വിധിക്കുന്നതായിട്ട് മത്തായി 11:21-24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമിലേക്കുള്ള യാത്രാമധ്യേ പൗലോസ് അപ്പസ്തോലൻ ഈ പ്രദേശങ്ങളെ സന്ദർശിച്ചതായിട്ട് അപ്പസ്തോല പ്രവൃത്തി 27-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. കൂടാതെ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ യെശയ്യാവ്, ഇരമ്യാവ്, യഹസ്കിയേൽ ഇവരൊക്കെ ഈ സോർ സീദോൻ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ന്യായവിധിയെക്കുറിച്ച്, അതിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവ് 23-ന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ, ഇരമ്യാവ് 25-ന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ, യഹസ്കിയേൽ 27-ന്റെ 8, യോവേൽ പ്രവചനം 3-ന്റെ 4, സക്കരിയാവ് 9-ന്റെ 12 ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബൈബിൾ ചരിത്രത്തിൽ സീദോനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മിക്കവാറും അത് സോരിനോട് ചേർന്നുള്ള അവരുടെ അടുപ്പമാണ്. ഈ സീദോന് ബൈബിൾ ചരിത്രത്തിലും പ്രവചനത്തിനുമുള്ള പ്രാധാന്യം, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതുപോലെ സോരിനോടുള്ള അടുപ്പം, ഇതൊക്കെയാണ്
അതിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കനാൻ്റെ രണ്ടാമത്തെ മകൻ ഹേത്ത്, അദ്ദേഹത്തിൽ നിന്നാണ് ഹിത്തിർ എന്ന ജനവിഭാഗം ഉളവായിട്ടുള്ളത്. ബൈബിൾ ചരിത്രത്തിൽ ഹിത്തിർക്കൊരു അല്പമല്ലാത്തൊരു സ്ഥാനമുണ്ട് എന്ന് നമുക്കറിയാം. ഹിത്തിരെക്കുറിച്ച് 47 പരാമർശങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. അതുപോലെ ഹിത്തിരുമായിട്ടുള്ള വിവാഹബന്ധം, വിവാഹം ഒഴിവാക്കണമെന്ന റിബേക്കയുടെ ആഗ്രഹത്തെക്കുറിച്ച് 27-ാം അധ്യായത്തിൽ അതിന് 46-ാമത്തെ വാക്യത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കനാന്യ ജാതികളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുള്ള ജനവിഭാഗങ്ങളിൽ ഈ ഹിത്തിരും ഉൾപ്പെട്ടിട്ടുണ്ട്. ദാവീദിൻ്റെ കാലത്ത് ഈ ഹിത്തിരും ഇസ്രായേലിലുമായിട്ടൊക്കെ ഒരു മിശ്ര വിവാഹമൊക്കെ നടന്നിരുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാം. ഹിത്തിനായ ഉരിയാവിൻ്റെ ഭാര്യയായിരുന്നു ബർശേബ എന്നുള്ള പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിത്തിരും ഇവരുമൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധം, അവർ തമ്മിൽ വിവാഹങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിരുന്നു എന്നൊരു സൂചന കാണാം. ഹിത്യരുടെ സംസ്കാരത്തെക്കുറിച്ച് ധാരാളം ഖനനങ്ങൾ നടത്തി കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സമ്പന്നമായിട്ടുള്ളൊരു സംസ്കാരം ഹിത്യർക്കുണ്ടായിരുന്നു. ഏഷ്യ മൈനർ പ്രദേശങ്ങളിലാണ് ഇവരുടെ സംസ്കാരം വ്യാപിച്ചു കിടന്നത്. സാഹിത്യപരമായിട്ടുമൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു ഹിത്യർ എന്നാണ് ഈ ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. BC 14 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വളരെ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഈ ഹിത്യ ജനതയ്ക്കുണ്ടായിരുന്നു. ഈജിപ്തും മെസപ്പൊട്ടോമിയയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ആ പ്രദേശങ്ങളിൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഹിത്യർ എന്ന് പറയുന്ന ജനവിഭാഗം. ഒരു കാലഘട്ടത്തിൽ ബൈബിളിൻ്റെ വിമർശകർ ഈ ഹിത്യർ എന്ന് പറയുന്നൊരു ജനവിഭാഗം ഇല്ല, ബൈബിൾ വെറും പുരാണമാണ്, കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. എന്നാൽ ഹിത്യരെക്കുറിച്ചുള്ള വളരെയധികം വിവരങ്ങൾ കിട്ടിയത് അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ അവസാനിക്കാനായിട്ട് ഇടയായി തീർന്നു. ബൈബിളിൻ്റെ ആധികാരികതയും ഇതിൻ്റെ ചരിത്രപരതയൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കുവാനായിട്ട് സഹായകരമായി തീർന്ന കണ്ടുപിടുത്തങ്ങളാണ് ഈ ഹിത്യരെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ. കനാൻ്റെ ശേഷിച്ച സന്തതി പരമ്പരകളെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ചരിത്രത്തിൽ അവരുടെ സ്വാധീനം കാണാം. യബൂസിർ യെരുസലേമിൽ തന്നെ നിവസിച്ചിരുന്നു. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ ഈ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് യബൂസിരെ പൂർണ്ണമായിട്ട് നീക്കിക്കളയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവരുടെ ഒരു സൈനിക ശക്തിയെക്കുറിച്ചൊക്കെയുള്ള സൂചന നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് അനേക വർഷങ്ങൾ അവർ യഹൂദയുടെ ബെന്യാമിൻ്റെയും അതിരുകളിൽ താമസിച്ചിരുന്നതായി നമുക്ക് ചില വചനങ്ങൾ കാണാൻ സാധിക്കുന്നു. യോശുവ 15-63, ന്യായാധിപന്മാർ 1-21 ഈ വാക്യങ്ങളിലൊക്കെ കാണാം. യബൂസിനെക്കുറിച്ച് ഇനിയും പല വാക്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 ശമൂവേൽ 5-6, ദിനവൃത്താന്തം 11-6, എസ്ര 9-1, നെഹമ്യാവ് 9-8 ഇങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് യബൂസിനെക്കുറിച്ച് കാണാം. ബൈബിൾ ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കനാന്യ ജനതയാണ് അമോര്യർ. പഴയ നിയമത്തിൽ വളരെയധികം പ്രാവശ്യമായിട്ട് 100ഓളം പ്രാവശ്യം ഈ അമോര്യരെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ചാവുകടലിന് പടിഞ്ഞാറ് ഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കിയ കൂട്ടത്തിലുള്ളവരാണ് ഈ അമോര്യർ. മാത്രമല്ല അബ്രാഹാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പോലും അമ്മാറു എന്ന പേരിൽ ഒരു ജനവിഭാഗം, വളരെ ശക്തരായിട്ടുള്ളൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമുക്ക് ഈ ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. യോർദാന് പടിഞ്ഞാറായി താമസിച്ച ഗിർഹശ്യരാണ് കനാന്യ സന്തതികളിൽ അടുത്തതായിട്ട് വരുന്നത്. ഇവരും ഇസ്രായേലിനെ കീഴടക്കിയ ഒരു ജനവിഭാഗമായിരുന്നു. പഴയ നിയമത്തിൽ 7 പ്രാവശ്യം മാത്രമാണ് ഈ ഗിർഹശ്യരെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ഉൽപ്പത്തി 10-16 പിന്നീട് 15-21 അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തനം 7-1 പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ 2-3 പരാമർശങ്ങൾ അവരെക്കുറിച്ചുണ്ട്. പിന്നെ ഈ പ്രവചന പരിപാടിയിലൊന്നും ഈ ഗിർഹശ്യർക്ക് കാര്യമായ പങ്കൊന്നും ഉള്ളതായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് ഹിവ്യരെക്കുറിച്ചുള്ള പരാമർശമാണ്. വിശുദ്ധ നാടിൻ്റെ ഏതാണ്ട് വടക്ക് ഭാഗത്തായിട്ടാണ് ഇവർ വസിച്ചിരുന്നത്. ഇസ്രായേൽ കീഴടക്കിയ വിജാതീയ രാജ്യങ്ങളിൽ ഈ ഹിവ്യരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 25ഓളം പ്രാവശ്യം അവരെക്കുറിച്ച് പഴയ നിയമത്തിൽ പരാമർശങ്ങളുണ്ട്. ഒരു കാലത്ത് അവർ ശേഖേമിൽ പാർത്തിരുന്നതായിട്ട് ഉൽപ്പത്തി 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അർക്കിർ എന്ന് പറയുന്നത് വിളിക്കപ്പെടുന്ന കനാൻ്റെ സന്തതി പരമ്പരകൾ സീദോൻ്റെ ഏകദേശം 80 മൈൽ വടക്കായിട്ട് താമസമർപ്പിച്ചിരുന്ന ജനവിഭാഗമാണ്. അർക്കിയ പട്ടണത്തിൻ്റെ ആധുനിക നാമം എന്ന് പറയുന്നത് ടെൽ അർക്ക, ഇന്നത്തെ അറിയപ്പെടുന്ന പേര് ടെൽ അർക്ക എന്നാണ്. അവരുടെ സന്തതി പരമ്പരകൾ ഇന്നും അവശേഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ബൈബിളിൻ്റെ പുറത്ത് 1400 BC-യിൽ അർക്കിയരുടെ പട്ടണങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ബൈബിളിൽ
1 ദിനവൃത്താന്തം 1:15 അതുപോലെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഉൽപ്പത്തി 10:17 ഇവിടെ മാത്രമേ അവരെക്കുറിച്ച് സൂചനകളുള്ളൂ. അപ്പോൾ വലിയ പ്രസക്തമായൊരു ജനവിഭാഗമല്ല അർക്കീര്. പിന്നീടുള്ളത് സീനിയരാണ്. സീനിയരെക്കുറിച്ച് ദിനവൃത്താന്തം 1:15 പിന്നെ ഇവിടെയും മാത്രമേ പരാമർശമുള്ളൂ. വ്യക്തമായിട്ട് ഇവരെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ലെബനോൻ്റെ വടക്ക് ഭാഗത്ത് അവർ താമസിച്ചിരുന്നു എന്ന് കരുതാം. ലെബനോൻ മലനിരകളിലുള്ള സിന്ന എന്ന ചെറു കോട്ടയെക്കുറിച്ച് ചില സൂചനകളുണ്ട്. അതല്ലാതെ കൂടുതൽ വ്യക്തമായിട്ട് അവരെക്കുറിച്ച് അറിയില്ല. ഇനിയും മറ്റൊരു പഠനം പറയുന്നത് ചൈനയുടെ ഭാഗം അല്ലെങ്കിൽ ചൈനക്കാരുടെ പിതാവായിട്ടാണ് ഈ സീൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. ചൈനയുടെ പുരാവർത്തങ്ങളിൽ അവരുടെ പുരാതന പിതാമഹന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പിതാമഹൻ സീൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില എഴുത്തുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചൈനക്കാരുടെ പിതാവായിട്ട് നമുക്ക് ഈ സീൻ എന്ന വ്യക്തിയെ കരുതാനായിട്ട് സാധിക്കും എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ ഒരു വിഭാഗം ചൈനയുടെ പ്രദേശങ്ങളിലേക്ക് താമസമാക്കിയിട്ടുണ്ടായിരിക്കാം. അടുത്തതായിട്ട് അർവാദ്യർ. അവരെക്കുറിച്ച് 4 പരാമർശങ്ങളേ ഉള്ളൂ. ഫൊയ്നീക്കയുടെ തീരത്തു നിന്ന് 2 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപുണ്ട്, അർവാദ് എന്ന് പറയുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിലാണ് ഇവർ താമസം ഉറപ്പിച്ചിരുന്നത്. ഇന്ന് ആ ദ്വീപിൻ്റെ പേര് റുവാഡ് എന്നാണ്. റുവാഡ്, അവിടെയാണ് അർവാദ്യർ താമസിച്ചിരുന്നത്. അടുത്തതായിട്ട് സൊമാരിയർ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവർ താമസിച്ചിരുന്നത് ഈ അർവാദിനും അതുപോലെ ഹമാത്തിനും ഇടയിലുള്ള ഗലീലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ന് കരുതപ്പെടുന്നു. ഹുംസ് എന്ന ആധുനിക പേരിൽ അറിയപ്പെടുന്ന എമേസയ ആണ് എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. ഇനിയും വേറെ ചിലരുടെ അഭിപ്രായത്തിൽ സുമ്രയോ അല്ലെങ്കിൽ സെമാരീം എന്ന പർവ്വതത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ താമസമാക്കിയത് എന്ന് നമുക്ക് കാണാം. കനാൻ്റെ പുത്രന്മാരിൽ അവസാനത്തെ വ്യക്തി ഹമാത്താണ്. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളാണ് ഹമാത്യർ എന്നറിയപ്പെടുന്നത്. ഏതാണ്ട് 35 പ്രാവശ്യത്തോളം പഴയ നിയമത്തിൽ ഇവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഈ ഹമാത്ത് പട്ടണത്തെ അസീറിയക്കാർ പിടിച്ചെടുത്തു. 2 രാജാക്കന്മാർ 18:34 നമുക്കത് കാണാം. ലെബാനോൻ്റെ പാദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹമാത്തിന് ദീർഘമായ ഒരു ചരിത്രം ഉണ്ട്. അവസാനമായി നെഹമ്യാവിൻ്റെ കാലത്ത് പേർഷ്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ സ്ഥലം ആയിത്തീർന്നു. അപ്പോൾ കനാൻ്റെ സന്തതി പരമ്പരകൾ വളരെ വിശാലമായിട്ട് വ്യാപിച്ചിരുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. സീദോൻ തുടങ്ങി സോറ്, അതുപോലെ ഗസ വരെ, സോദോം, ഗമാറ, അദ്മ, സെബോയിം, ലാശ ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ച് കിഴക്ക് ചാവുകടലിൻ്റെ കിഴക്ക് ഭാഗം വരെയും കനാൻ്റെ സന്തതികൾ വ്യാപിച്ചിരുന്നു. അവർ ദൈവജനത്തിൻ്റെ ചരിത്രവുമായിട്ട് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട ഒരു ജനവിഭാഗമാണ് കനാന്യ സന്തതികൾ. അപ്പോൾ ഇങ്ങനെ ഹാമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത എപ്പിസോഡ് മുതൽ ഷേമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.